തെലങ്കാനയിലെ നിർമ്മൽ ഡിസ്ട്രിക്റ്റിലെ ഒരു ഏരിയയാണ് ഗാന്ധിനഗർ. ആ ഗാന്ധിനഗർ ഏരിയയിൽ ഒരു വീട്ടിൽ നിന്ന് ഭയങ്കര ദുർഗന്ധം വരുന്നതായി ആ ഭാഗത്ത് താമസിക്കുന്ന ആൾക്കാരൊക്കെ ഗാന്ധിനഗർ പോലീസ് സ്റ്റേഷനിൽ വിളിച്ച് അവർ റിപ്പോർട്ട് ചെയ്യുന്നു. കുറച്ച് സമയത്ത് തന്നെ ഗാന്ധിനഗറിലെ പോലീസ് സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥർ ആ ഭാഗത്തെത്തി ആ വീട്ടിൽ പരിശോധിക്കുന്നു. വന്ന സമയത്ത് തന്നെ ഭയങ്കര സ്ട്രേഞ്ച് ആയിട്ടായിരുന്നു ഉദ്യോഗസ്ഥർക്ക് തോന്നിയത്. അതിന് കാരണം ആ വീടിൻ്റെ പുറത്ത്, പ്രത്യേകിച്ച് കയറി വരുന്ന വഴി, അവരുടെ വാതിൽ, അത് കൂടാതെ വീടിൻ്റെ ഭിത്തിയൊക്കെയല്ലേ ആ ഭാഗത്ത് മുഴുവനും ബ്ലീച്ചിങ് പൗഡറില്ലേ, അത് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഇതൊക്കെ എല്ലാ സ്ഥലത്തും വെതറിയിട്ടിട്ടുണ്ട്. എന്താണ് സംഭവിച്ചതെന്ന് ആർക്കും മനസ്സിലായിരുന്നില്ല. ഭയങ്കര ദുർഗന്ധം ആ ഭാഗത്ത് മുഴുവനും വരുന്നുണ്ടായിരുന്നു. ഇതൊരു ചുവന്ന കളറിൽ ആ ഭിത്തിയിൽ മുഴുവനും പറ്റി പിടിച്ചിരിക്കുന്നു. അവിടെ നിന്നായിരുന്നു ഈ സ്മെല്ല് വരുന്നുണ്ടായിരുന്നത്. ഭയങ്കര സ്ട്രേഞ്ച് ആയി തോന്നിയ പോലീസ് ഉദ്യോഗസ്ഥർ ആ വീടിൻ്റെ പരിസരത്ത് മുഴുവനും പരിശോധിക്കുന്നു. അവിടെ കുറേ ആഴ്ചകളായി ആരും താമസമില്ല എന്ന് പോലീസിന് മനസ്സിലാവുന്നു. അതേസമയം തന്നെ എന്താണ് ഈ ദുർഗന്ധം എന്ന് പരിശോധിച്ചപ്പോൾ ഈ ബ്ലീച്ചിങ് പൗഡർ, അത് കൂടാതെ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, അതുമാത്രമല്ല അതിൻ്റെ കൂടെ ചോരയും കൂടെ മിക്സായ സമയത്ത് ഉണ്ടായ ദുർഗന്ധമായിരുന്നു ആ ഭാഗത്ത് മുഴുവനും വരുന്നുണ്ടായിരുന്നത്. എന്തോ സ്ട്രേഞ്ച് ആയിട്ട് സംഭവിച്ചിട്ടുണ്ട് എന്ന് പോലീസ് മനസ്സിലാവുന്നു. അവർ പതുക്കെ വീടിനുള്ളിലേക്ക് പോകാനായി ശ്രമിക്കുന്നു. പക്ഷേ വീട് പൂട്ടിയിരിക്കുകയായിരുന്നു. വീടിൻ്റെ പുറകിലും പൂട്ടിയിട്ടുണ്ട്, ഫ്രണ്ടിൽ പൂട്ടിയിട്ടുണ്ട്. അവസാനം വീടിൻ്റെ വാതിൽ പൊളിച്ച് ഉള്ളിലേക്ക് കയറുന്നു. ഉള്ളിലേക്ക് കയറിയ സമയത്തും അതേ സ്മെല്ല്. ആ ഭിത്തിയിൽ മുഴുവനും ചുവന്ന കളറിൽ പെയിൻറ്റ് എന്തോ ഉണ്ട്. അത് കൂടാതെ തറയിൽ മുഴുവനും ആ ചുവന്ന കളറിൽ കിടക്കുന്നുണ്ടായിരുന്നു. അവസാനം അത് ചോരയാണെന്ന് പോലീസിന് മനസ്സിലാവുന്നു. അതിനുശേഷം ഒരു ചെയ്ത് ആ വീടിനുള്ളിൽ മുഴുവനും പരിശോധിക്കുന്നു. അവിടെ ഉണ്ടായ തിങ്സൊക്കെ അല്ലേ, അതൊക്കെ പാക്ക് ചെയ്ത് ആഴ്ചകൾക്ക് മുന്നേ അവിടെ താമസിച്ചിരുന്ന ആളുകൾ പുറത്തേക്ക് പോയിന്ന് മനസ്സിലാവുന്നു. ശേഷം ആ ഭാഗത്ത് താമസിക്കുന്ന ആൾക്കാരോടൊക്കെ ആരായിരുന്നു ഇവിടെ താമസം, എന്തായിരുന്നു ഇവിടെ സംഭവിച്ചു എന്നൊക്കെ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് ഇവിടെ താമസിച്ചിരുന്നത് സുരേഷ് എന്ന യുവാവും അയാളുടെ 3 പെൺമക്കളായിരുന്നു. ഭാര്യയില്ല, ഭാര്യ വർഷം മുമ്പേ പിണങ്ങി അവരുടെ അമ്മയുടെ വീട്ടിലേക്ക് പോയിരുന്നു. പിന്നീട് ഇങ്ങോട്ട് വന്നിട്ടില്ല. 3 പെൺമക്കളും അച്ഛനും മാത്രമായിരുന്നു ഇവിടെ കഴിഞ്ഞിരുന്നത്. പക്ഷേ ആഴ്ചകൾക്ക് മുൻപ് അവരെങ്ങോട്ട് അർദ്ധരാത്രിയിൽ പോയി. അതിനുശേഷം അവർക്ക് എന്ത് സംഭവിച്ചു, അവരെങ്ങോട്ട് പോയി ഇതൊന്നും ഞങ്ങൾക്കറിയില്ല. പിന്നീട് അവരിങ്ങോട്ട് വന്നിട്ടില്ല എന്നൊക്കെ നാട്ടുകാരും അവർക്ക് അറിയുന്ന കാരണമൊക്കെ പോലീസിനോട് പറയുന്നു. അതിനുശേഷം ഉദ്യോഗസ്ഥർ ചെയ്ത് എന്തോ ക്രൂരമായിട്ടുള്ള സംഭവം ഇവിടെ നടന്നിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് ചോര ഇങ്ങനെ തളം കെട്ടി കിടക്കുന്നത് എന്നൊക്കെ കൺഫേം ചെയ്ത് ആ വീട്ടിൽ താമസിച്ചിരുന്ന സുരേഷിലെ ആ 3 മക്കളുടെ അച്ഛൻ അയാളുടെ ഫോട്ടോ വാങ്ങി, അയാളുടെ നമ്പർ ആദ്യം വാങ്ങുന്നു. നമ്പർ ഉപയോഗിച്ച് ഫോട്ടോ വാങ്ങി എല്ലാ സോഷ്യൽ മീഡിയാസിലും സ്പ്രെഡ് ചെയ്യുന്നു. എവിടെയെങ്കിലും ഇയാളെ കണ്ടു കിട്ടുവാണെങ്കിൽ പോലീസ് അറിയിക്കണം, എങ്ങനെയും കണ്ടെത്താൻ സഹായിക്കണം എന്നൊക്കെ പറഞ്ഞ് സ്പ്രെഡ് ചെയ്യുന്നു. വൈകാതെ പോലീസും ആ ഭാഗത്ത് മുഴുവനും, ആ ഗാന്ധിനഗർ ഏരിയയിലും തൊട്ടടുത്ത ഏരിയയിലും മുഴുവനും അന്വേഷിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ അന്വേഷിക്കുന്ന സമയത്തായിരുന്നു ആ ഗാന്ധിനഗറിൽ ഒരു ഫോറസ്റ്റ് ഉണ്ട്. ആ ഫോറസ്റ്റ് ഏരിയ വെച്ച് ആ ഫോറസ്റ്റിനടുത്തുള്ള തട്ടുകടയിൽ സുരേഷിനെ പോലീസ് അറസ്റ്റ് ചെയ്യുന്നു. അറസ്റ്റ് ചെയ്ത് സ്റ്റേഷനിൽ കൊണ്ടുവന്ന് എന്താണ് ശരിക്കും സംഭവിച്ചത്, ആഴ്ച മുൻപ് ആ വീട്ടിൽ എന്താണ് നടന്നത്, ആ വീട്ടിൽ എന്താണ് ചോര തളം കെട്ടി കിടക്കുന്നത്, ആരാണ് നിങ്ങൾ കൊന്നത്, നിങ്ങളുടെ 3 പെൺമക്കൾ എവിടെ, അവർക്ക് എന്താണ് സംഭവിച്ചത് എന്നൊക്കെ ചോദിക്കുന്നു. തുടക്കത്തിൽ അയാൾ ഒന്നും മിണ്ടുന്നുണ്ടായിരുന്നില്ല. സ്റ്റേഷനിൽ വെച്ചായിരുന്നു ചോദ്യം ചെയ്യുന്നുണ്ടായിരുന്നത്. പക്ഷേ അതിനുശേഷം പോലീസ് ഉദ്യോഗസ്ഥർ ചെയ്തത് 3 പെൺമക്കൾ എവിടെയാണെന്ന് അന്വേഷിക്കുന്നു. ആ സമയത്തായിരുന്നു 3 പെൺമക്കളും ഇയാളുടെ കുടുംബക്കാരായിട്ടുള്ള ഒരാൾ വീട്ടിലുണ്ടെന്ന് മനസ്സിലാവുന്നു. അതിനുശേഷം 3 പെൺമക്കളെ കാണാനായി ആ വീട്ടിലേക്ക് വരുന്നു. പക്ഷേ 3 പെൺമക്കളിൽ മൂത്ത മകൾ അങ്കിത ഉണ്ടായിരുന്നില്ല. 2 പെൺമക്കൾ മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. എവിടെ പോയി അങ്കിത, അവർക്ക് എന്താണ് സംഭവിച്ചത്, അവരെക്കുറിച്ച് എന്തെങ്കിലും അറിയുമെന്ന് ചോദിച്ചപ്പോൾ 2 പെൺമക്കൾ പറഞ്ഞത് ഞങ്ങൾക്കൊന്നും അറിയില്ല, അവൾ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി, അവൾക്ക് എന്ത് സംഭവിച്ചെന്ന് അറിയില്ല എന്നായിരുന്നു 2 പെൺമക്കൾ ഒരേപോലെ ആവർത്തിച്ച് പറഞ്ഞത്. പക്ഷേ അവർ എന്തൊക്കെയോ മറക്കുന്നതായി പോലീസിന് തോന്നുന്നു. കുറച്ചുകൂടി ലേറ്റാക്കാതെ ആ 2 പെൺമക്കളെയും സ്റ്റേഷനിൽ കൊണ്ടുവന്ന് ശരിക്കും എന്താണ് സംഭവിച്ചത്, എങ്ങനെ വീട്ടിലിങ്ങനെ ചോരക്കറ വന്നു, അന്ന് ശരിക്കും എന്താണ് നടന്നത് എന്നൊക്കെ ചോദിച്ചപ്പോൾ 2 പെൺമക്കളും പറയുന്നുണ്ടായിരുന്നില്ല. 2 പെൺമക്കളും സ്റ്റേഷനിൽ വന്നതുകൊണ്ട് തന്നെ വേറെ വഴിയില്ലാതെ സുരേഷ് ഇങ്ങനെ ചോദ്യം ചെയ്തപ്പോൾ സംഭവിച്ച മുഴുവൻ കാര്യങ്ങളും ഓരോന്നായി പോലീസിന് പറയുന്നുണ്ടായിരുന്നു. അത് കേട്ട സമയത്ത് ആ സ്റ്റേഷനിലെ മുഴുവൻ ഉദ്യോഗസ്ഥരും ശരിക്കും നടുങ്ങിപ്പോയി. അതുപോലത്തെ ഒരു സംഭവമായിരുന്നു അന്ന് ആ വീട്ടിൽ വെച്ച് നടന്നത്. അങ്ങനെ എന്താണ് സംഭവിച്ചത് നോക്കിക്കഴിഞ്ഞാൽ ഗാന്ധിനഗറിൽ ആ ഒരു വീട്ടിലായിരുന്നു 3 പെൺമക്കളും സുരേഷും താമസിച്ചിരുന്നത്. 3 പെൺമക്കളിൽ 2 പേര് പഠിക്കുന്നുണ്ട്. ഒരു പെൺകുട്ടി മാത്രം വീട്ടിലെ കാര്യങ്ങളൊക്കെ നോക്കി ചോറുണ്ടാക്കുക, അതേപോലെ തന്നെ ക്ലീനിങ് വർക്ക് ചെയ്യുക, ഇവരുടെ കാര്യങ്ങളൊക്കെ നോക്കി നടത്തുക, അങ്ങനെയൊക്കെ ചെയ്തിരുന്നത് മൂത്ത മകളായ അങ്കിതയായിരുന്നു. സുരേഷ് ആണെങ്കിൽ ഡ്രൈവറായിട്ടായിരുന്നു ജോലി ചെയ്തിരുന്നത്. ടാക്സി ഡ്രൈവറായിട്ട് ഇയാൾ ജോലി ചെയ്യുന്നുണ്ട്. രാവിലെ നേരത്തെ പോയി കഴിഞ്ഞാൽ അർദ്ധരാത്രിയിലാവും സുരേഷ് തിരിച്ച് വീട്ടിലേക്ക് വരുന്നത്. അതുവരെ അങ്കിത മൂത്ത മകൾ മാത്രമായിരിക്കും വീട്ടിലുണ്ടാവുക. 2 പെൺമക്കളും പഠിക്കാനായി പുറത്തേക്ക് പോകും. അവർ പഠിക്കുന്നത് കോളേജിലാണ്. അങ്ങനെ ഇരിക്കുന്ന സമയത്തായിരുന്നു അങ്കിത അടുത്ത വീട്ടിൽ താമസിക്കുന്ന രാഹുൽ എന്ന യുവാവുമായി ഇവർ ക്ലോസ് ആവാൻ തുടങ്ങിയത്. അതായത് ഇവർ താമസിക്കുന്നത് 4-5 വീടുകൾ ഒരുമിച്ച് ഇരിക്കുന്ന ഒരു കോളനി പോലത്തെ ഒരു ഏരിയയാണ്. അതുകൊണ്ട് തന്നെ അയൽക്കാർക്ക് എല്ലാവർക്കും നല്ല പരിചയമുണ്ട്. അങ്കിത താമസിക്കുന്ന വീടിൻ്റെ തൊട്ടടുത്താണ് രാഹുൽ താമസിക്കുന്നത്. ഇയാൾ പ്രൈവറ്റ് കമ്പനിയിൽ ചെറിയൊരു ജോലി ചെയ്യുന്നുണ്ട്. അയൽക്കാരായതുകൊണ്ട് തന്നെ ഇടയ്ക്കിടയ്ക്ക് രാഹുൽ അങ്കിതയെ കാണുന്ന സമയത്തൊക്കെ സംസാരിക്കാറുണ്ടായിരുന്നു. വൈകാതെ 2 പേരും ഒരു പോയിന്റിൽ പ്രേമിക്കാൻ തുടങ്ങുന്നു. 2 പേരും നമ്പറൊക്കെ എക്സ്ചേഞ്ച് ചെയ്ത് രാത്രി സമയത്ത് ഫോൺ വിളിക്കുക, ഇടയ്ക്കിടയ്ക്ക് വാട്സാപ്പ് ചാറ്റ് ചെയ്തിരിക്കുക. ഇടയ്ക്ക് സമയം കിട്ടുമ്പോഴൊക്കെ രാഹുൽ വീട്ടിൽ ആരില്ലാത്ത സമയത്ത് അങ്കിതയെ കാണാൻ വരെ വരാറുണ്ടായിരുന്നു. അതായത് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ അങ്കിത വീട്ടിൽ ഒറ്റയ്ക്കാവും. ഈ സമയത്ത് ഇടയ്ക്ക് ജോലിക്ക് പോലും പോകാതെ
ഇയാൾ അങ്കിതയെ കാണാമെന്ന് വീട്ടിൽ ഇരുന്ന് സംസാരിക്കുന്നുണ്ടായിരുന്നു. ചില സമയത്ത് രണ്ടുപേരും ക്ലോസ് ആയിട്ടും ഇരിക്കുന്നുണ്ടായിരുന്നു. പക്ഷെ ഇതിനെക്കുറിച്ച് ആ ഭാഗത്ത് താമസിക്കുന്ന ആൾക്കാർക്കോ അല്ലെങ്കിൽ അച്ഛനായ സുരേഷിനോ അറിയുന്നുണ്ടായിരുന്നില്ല. മാസങ്ങളായി ഈ ഒരു റിലേഷൻഷിപ്പ് ആരും അറിയാതെ അങ്കിത മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ടായിരുന്നു. അങ്ങനെ കാലങ്ങളൊക്കെ മുന്നോട്ട് പോകുന്ന സമയത്തായിരുന്നു സുരേഷ് ഒരു അപകടത്തിൽപ്പെട്ട് അയാൾ കാലൊടിഞ്ഞ് വീട്ടിൽ റെസ്റ്റ് എടുക്കുന്നുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ വീട്ടിൽ മുഴുവൻ നേരവും സുരേഷ് ഉണ്ടാവും. രാഹുലിനെ കാണാനോ രാഹുലിനെ സംസാരിക്കാനോ അങ്കിതയ്ക്ക് കഴിയുന്നുണ്ടായിരുന്നില്ല. ആ ഒരു സമയത്ത് അങ്കിത ചെയ്തത് രാത്രി സമയത്ത് രാഹുലിനെ വീടിൻ്റെ പിറകിലേക്ക് വരാൻ പറഞ്ഞ് അവിടെ വെച്ച് ആരും കാണാതെ രണ്ടുപേരും സംസാരിക്കുന്നുണ്ടായിരുന്നു. ആ ഒരു പോയിന്റിൽ ഇവർ സംസാരിക്കുന്ന സമയത്ത് വീടിനുള്ളിൽ രണ്ട് അനിയത്തിമാർ ഉറങ്ങുന്നുണ്ടാവും. അച്ഛനും ഉറങ്ങുമായിരിക്കും, ആരും അറിയുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ രാത്രി സമയത്ത് ഇങ്ങനെ സംസാരിച്ച് ആരും അറിയാതെ ഇവരുടെ റിലേഷൻഷിപ്പ് ഇവർ മുന്നോട്ട് കൊണ്ടുപോകുന്നു. സുരേഷ് പരിക്ക് പറ്റി കിടപ്പിലായിരുന്നല്ലോ. ആ ഒരു പോയിന്റിൽ ചെറുതായിട്ടൊക്കെ കാല് മാറി തുടങ്ങിയിരുന്നു. അങ്ങനെ രാത്രി സമയത്ത് എന്തോ ഒരു ശബ്ദം കേട്ട് പതുക്കെ സുരേഷ് വീടിൻ്റെ പുറത്തേക്ക് നടന്നു വരുന്നുണ്ടായിരുന്നു. അങ്ങനെ നടന്നു വരുന്ന സമയത്ത് ആ ശബ്ദം വേറൊന്നുമല്ല, മകളും അടുത്ത വീട്ടിൽ താമസിക്കുന്ന രാഹുൽ, അതായത് മകളുടെ കാമുകനും കൂടെ വീടിൻ്റെ പിറകിൽ ഇരുന്ന് സംസാരിക്കുന്ന സൗണ്ടായിരുന്നു കേട്ടത്. ആരെന്നറിയാനായി പതുക്കെ നടന്നു വന്ന സുരേഷ് കണ്ടത് മകളും അടുത്ത വീട്ടിൽ താമസിക്കുന്ന രാഹുലും ക്ലോസ് ആയിട്ട് ഇരിക്കുന്നായിരുന്നു. അയാൾക്ക് എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയുന്നുണ്ടായിരുന്നില്ല. ഈ രാഹുലാണെങ്കിൽ ഇവർക്ക് തമ്മിൽ ചെറിയ ജാതിയുടെ ഒരു വേരിയേഷൻ ഉണ്ട്. ഈ രാഹുലാണെങ്കിൽ താഴം ജാതിപ്പെട്ട ആളും അതേപോലെ തന്നെ അങ്കിത ഉയർന്ന ജാതിപ്പെട്ട ആൾ, അങ്ങനെ രീതിയിലായിരുന്നു ഈ കാര്യങ്ങളൊക്കെ നോക്കുന്നത്. ഇയാളാണെങ്കിൽ ജാതിയൊക്കെ ഭയങ്കര സീരിയസ് ആയിട്ട് നോക്കുന്ന ഒരാളും കൂടിയാണ് ഈ അങ്കിതയുടെ അച്ഛൻ സുരേഷ്. അതുകൊണ്ട് തന്നെ അങ്കിത രാഹുലെ സംസാരിക്കുന്ന കണ്ട സമയത്ത് സുരേഷിന് ഭയങ്കര ദേഷ്യം വരുന്നു. അവിടെ വെച്ച് രാഹുലിനെ ഇയാൾ ഒന്നും ചെയ്തിരുന്നില്ല. അങ്കിതയെ വലിച്ചുകൊണ്ട് വീടിനുള്ളിലേക്ക് വന്ന് ക്രൂരമായി മകളെ ആക്രമിക്കുന്നു. നീ എന്തുകൊണ്ട് അവനെ സംസാരിച്ചു? നിനക്ക് അവൻ എന്താണ് ബന്ധം? ഇനി ഒരിക്കലും നീ അവനോട് സംസാരിക്കാൻ പാടില്ല, ഇനി ഒരിക്കലും അവൻ നിന്നെ കാണാൻ പാടില്ല. അങ്ങനെ എന്തായാലും സംഭവിച്ചു കഴിഞ്ഞാൽ അവനെ വീട്ടിൽ കയറി വെട്ടിക്കൊല്ലും, നിന്നെ കൊല്ലും, എനിക്കൊന്നും നോക്കേണ്ട ആവശ്യമില്ല, അവൻ വേറെ ജാതിപ്പെട്ട ആളാണ്, അവനോട് നീ സംസാരിക്കാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞ് അന്ന് രാത്രി വലിയ സംഭവമായിരുന്നു ആ വീട്ടിൽ നടക്കുന്നുണ്ടായിരുന്നത്. അതിനുശേഷം അങ്കിത രാഹുലെ സംസാരിക്കുകയോ അയാളെ ഫോൺ വിളിക്കുകയോ അയാളെ കാണുകയോ ഒന്നും ചെയ്തിരുന്നില്ല. കുറച്ച് ദിവസങ്ങൾ അവരെ കുഴപ്പമില്ലാതെയായിരുന്നു കാണലൊക്കെ മുന്നോട്ട് പോകുന്നത്. അതിനുശേഷം സുരേഷിനും കാർ റെഡിയായി അയാൾ ജോലിക്ക് പോകുന്നു. ആ ഒരു സമയത്ത് പഴയ പോലെ തന്നെ അങ്കിത വീട്ടിൽ ഒറ്റയ്ക്കാവുന്നു. രാഹുലാണെങ്കിൽ ഈ അങ്കിതയെ സംസാരിക്കാതിരിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ഇയാൾ ജോലിക്കൊന്നും പോകാതെ വീട്ടിൽ തന്നെ ഇരിക്കുന്നു. അങ്കിതയെ സംസാരിക്കാനുള്ള കറക്റ്റായിട്ടുള്ള സമയം നോക്കി അങ്ങനെ ഇരിക്കുന്ന ഒരു ദിവസം സുരേഷ് എപ്പോഴും പോലെ ജോലിക്ക് പോകുന്നു. അങ്കിത വീട്ടിൽ ഒറ്റയ്ക്കിരിക്കുകയായിരുന്നു. ആ ഒരു സമയത്ത് നേരെ രാഹുൽ വീട്ടിലേക്ക് എത്തി അങ്കിതയെ സംസാരിച്ച് നമുക്ക് പുറത്തേക്ക് എങ്ങോട്ടെങ്കിലും ഒളിച്ചൂടി പോകാം, നമുക്ക് പുറത്ത് എങ്ങോട്ടെങ്കിലും പോയി കല്യാണം കഴിച്ച് ജീവിക്കാം, നീ എല്ലാവരും ഒഴിവാക്കി എൻ്റെ കൂടെ വാ, ഞാൻ നിന്നെ പൊന്നുപോലെ നോക്കിക്കോണം എന്നൊക്കെ പറഞ്ഞ് രാഹുൽ സംസാരിക്കുന്നു. അത് കേട്ട സമയത്ത് അങ്കിതയ്ക്കും അതാണ് ശരി, അങ്ങനെ ചെയ്യാം, അങ്ങനെ ചെയ്താൽ സ്വസ്ഥമായിട്ട് ജീവിക്കാം, ഒരു കുഴപ്പമുണ്ടാവില്ല എന്നൊക്കെ വിചാരിച്ച് ഒരു ദിവസം ഫിക്സ് ചെയ്ത് രാഹുലിനെ ഒളിച്ചോടാനായി തീരുമാനിക്കുന്നു. പക്ഷേ ഈ ഒളിച്ചോടി പോകാൻ തീരുമാനിച്ച ദിവസമല്ലേ, അതിന് മുമ്പ് അതിൻ്റെ തലേ ദിവസം അർദ്ധരാത്രിയിൽ ഉറങ്ങുന്ന മകളെ സുരേഷ് വിളിച്ചുണർത്തി പുറത്തേക്ക് വരാൻ പറയുന്നു. ഹാളിൽ ഇരുന്ന് സംസാരിക്കുന്നു. രണ്ട് പെൺമക്കളും തൊട്ടടുത്തിരിക്കുന്നുണ്ട്, അങ്കിത ഇരിക്കുന്നുണ്ട്. അർദ്ധരാത്രിയിൽ എന്താണ് സംഭവിക്കുകയെന്ന് അങ്കിതയ്ക്ക് മനസ്സിലായിരുന്നില്ല. ഭയങ്കര സ്ട്രേഞ്ച് ആയിട്ടായിരുന്നു തോന്നിയത്. കാരണം ഇങ്ങനെ ജോലി കഴിഞ്ഞ് വന്ന അച്ഛൻ നേരെ പോയി കിടന്നുറങ്ങും, അതല്ലെങ്കിൽ ഇന്ന് കഴിച്ചിട്ട് ഒന്നും മിണ്ടാതെ പോയിട്ട് അവരെ പണി നോക്കിയിരിക്കുമായിരിക്കും. പക്ഷേ ഇങ്ങനെ അർദ്ധരാത്രിയിൽ എഴുന്നേൽപ്പിച്ച് സംസാരിക്കുന്നത് കണ്ടപ്പോൾ ഭയങ്കര സ്ട്രേഞ്ചായി തോന്നിയെങ്കിലും അതൊന്നും കാര്യമാക്കാതെ അങ്കിത അവിടെ തന്നെ ഇരിക്കുന്നു. ആ സമയത്ത് എന്താണ് കാര്യം, എന്താണ് സംഭവം എന്നൊക്കെ ചോദിച്ചപ്പോൾ സുരേഷ് പറഞ്ഞത്, നിനക്കും രാഹുൽ തമ്മിൽ റിലേഷൻഷിപ്പ് ഉണ്ടെന്ന് എനിക്കറിയാം, നിങ്ങൾ വൈകാതെ ഒളിച്ചോടി പോകുമെന്നും എനിക്കറിയാം, ഞാൻ നിന്നോട് പറഞ്ഞില്ലേ ഇനി ഒരിക്കലും സംസാരിക്കാൻ പാടില്ല എന്നൊക്കെ. അതിനുശേഷം നീ പലതവണ രാഹുലെ സംസാരിക്കാറുണ്ടായിരുന്നു, ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ട്. അതായത് ഇയാളെ കണ്ടിട്ടില്ല, പക്ഷേ അയൽക്കാരായിട്ടുള്ള ആൾക്കാർ ഇങ്ങനെ രാഹുലും അങ്കിതയും സംസാരിക്കുന്നത് പലതവണ കണ്ടതായി സുരേഷിനോട് പറഞ്ഞു കൊടുക്കുന്നു. അതായിരുന്നു ഇങ്ങനൊരു കോൺവെർസേഷൻ നടക്കാനുള്ള കാരണം. അങ്ങനെ അന്ന് രാത്രി സംസാരിക്കുന്ന സമയത്ത് ഇനി നിന്നെ ജീവനോടെ വിടാൻ കഴിയില്ല, കാരണം അതുപോലത്തെ ഒരാൾ നീ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ നാളെ എൻ്റെ സ്റ്റാറ്റസ് എന്താവും, നാളെ എങ്ങനെ ഈ സൊസൈറ്റി ഞാൻ ഇറങ്ങി നടക്കും എന്നൊക്കെ പറഞ്ഞ് അവിടെ വെച്ച് അങ്കിതയെ അത് നേരത്തെ ഇങ്ങനെ ആക്രമിച്ച് കൊലപ്പെടുത്താനുള്ള കമ്പിയൊക്കെ റെഡിയാക്കി വെച്ചിരുന്നു. ഒരു കമ്പിപ്പാരുണ്ട് അയാൾ ഇരിക്കുന്ന കസേര അടിയിൽ. ആ കമ്പിപ്പാര ഉപയോഗിച്ച് ഇരുന്ന് സംസാരിക്കുന്ന സമയത്ത് പെട്ടെന്ന് അങ്കിതരെ തലയിലടിച്ച് അവിടെ തന്നെ നിലത്തിടുന്നു. അതിനുശേഷം നിലത്ത് വീണ് പെടയുന്നുണ്ടായിരുന്ന മകളെ തലയിലടിച്ച് പലതവണ അടിച്ചതിന് ശേഷം അവിടെ വെച്ച് കൊലപ്പെടുത്തുന്നു. ആ ഒരു ചോരായിരുന്നു നിലത്ത് മുഴുവൻ തളം കെട്ടി കിടക്കുന്നുണ്ടായിരുന്നത്. ഇങ്ങനെ കൊന്നതിന് ശേഷം രണ്ട് മക്കളെ ഉള്ളിൽ ബ്ലീച്ചിങ് പൗഡർ ഉണ്ട്, മഞ്ഞപ്പൊടി, മുളക് പൊടിയൊക്കെ ഉണ്ട്, അതൊക്കെ കൊണ്ടുവന്ന് ഈ ചോരയിൽ മുഴുവനും അതൊക്കെ കൊണ്ടുവന്ന് ചോര കിടക്കുന്നില്ലേ അവിടെ മുഴുവൻ കവർ ചെയ്തിടാൻ പറയുന്നു. ശേഷം അങ്കിത മരിച്ചെന്ന് ഉറപ്പാക്കിയതിന് ശേഷം ഇയാൾ ചെയ്തത് വീടിനുള്ളിലേക്ക് പോയി ഒരു ചാക്ക് കൊണ്ടുവന്ന് അങ്കിതയെ ആ ചാക്കിലാക്കുന്നു. ആ ചാക്കിലാക്കി കെട്ടി വീടിൻ്റെ ഹാളിൽ പുറത്ത് അവിടെ കൊണ്ടുവന്ന് വെക്കുന്നു. അങ്ങനെ കൊണ്ടുവന്ന സമയത്തായിരുന്നു ആ നിലത്ത് മുഴുവനും ആ ഭിത്തിയിലൊക്കെ ചോര ആയത്. അങ്ങനെ കൊണ്ടുവന്ന് വെച്ചതിന് ശേഷം ഇയാളെ ഫ്രണ്ടിൻ്റെ ഒരു പിക്കപ്പ് വാൻ ഉണ്ട്, പിക്കപ്പ് വാൻ കിട്ടാനായി ഫ്രണ്ടിനെ വിളിച്ച് ഇങ്ങനെ എനിക്കൊരു സ്ഥലം വരെ പോകാനുണ്ട്, കുറച്ച് ലോഡുണ്ട്, അർജൻറ്റായി എനിക്ക് വണ്ടി വേണം, ഞാൻ രാത്രി കൊണ്ടുപോയിട്ട് രാവിലത്തെ തന്നേക്കാന്നൊക്കെ പറഞ്ഞ് വിളിച്ച് ചോദിച്ചപ്പോൾ ഫ്രണ്ടും പിക്കപ്പ് തരാമെന്ന് പറയുന്നു. പിക്കപ്പിൽ അങ്കിത മൃതദേഹം ചാക്കിലാക്കിയ മൃതദേഹമല്ലേ അത് കയറ്റി വെച്ച് രണ്ട് പെൺകുട്ടികൾ
കൂടെ കയറാൻ പറയുന്നു. നേരെ ഇവർ പോയത് വീട്ടിൽ നിന്നും കുറച്ച് അകലെയുള്ള അത്തിക്കുളം എന്ന് പറയുന്ന ഒരു വലിയൊരു കുളമുണ്ട്. ആ കുളത്തിൻ്റെ കരയിൽ കൊണ്ടുപോയി വണ്ടി നിർത്തുന്നു. ശേഷം ആ ചാക്കില്ലേ മൃതദേഹമുള്ള ചാക്ക്, ആ ചാക്ക് കൊണ്ടുപോയി വെള്ളത്തിലേക്ക് ഇയാൾ കളയുന്നു. അതേ കുളത്തിൽ വെച്ച് വണ്ടി കഴുകിയതിന് ശേഷം അവിടെ നിന്ന് 2 പെൺമക്കളുമായി ഇയാൾ നേരെ കുടുംബക്കാരായിട്ടുള്ള ഒരു വീട്ടിലേക്ക് പോകുന്നു. അവിടെ 2 പെൺമക്കളെ ആക്കിയതിന് ശേഷം പിക്കപ്പില്ലേ, ഈ പിക്കപ്പ് കൊണ്ടുപോയി ഫ്രണ്ടിന് കൊടുത്തിട്ട് ഇയാൾ നേരെ ആ ഗാന്ധിനഗറിലുള്ള ഒരു ഫോറസ്റ്റ് ഏരിയയിലേക്ക് കയറി രക്ഷപ്പെടുന്നു. എന്തായാലും പോലീസ് കണ്ടുപിടിക്കുമെന്ന് ഇയാൾക്ക് നേരത്തെ അറിയാമായിരുന്നു. പക്ഷേ ഏകദേശം 2 ആഴ്ച കഴിയുന്നു. ഈ സംഭവം കഴിഞ്ഞ് 2 ആഴ്ച കഴിയുന്നു. 2 ആഴ്ചയായി ഭയങ്കര ദുർഗന്ധം ആ ഭാഗത്ത് മുഴുവൻ വരുന്നുണ്ടായിരുന്നു. അതേസമയം തന്നെ ഈ സുരേഷിൻ്റെ വീട്ടിൽ ആൾക്കാർ ഉണ്ടായിരുന്നില്ല. ഇതെല്ലാം നോക്കിയപ്പോൾ സംശയം തോന്നിയ ആ ഭാഗത്ത് താമസിക്കുന്ന ആൾക്കാരൊക്കെ ഗാന്ധിനഗറിലെ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ച് ഇങ്ങനെ സുരേഷിൻ്റെ വീട്ടിൽ ഭയങ്കര ദുർഗന്ധം വരുന്നുണ്ട്, എന്താ സംഭവം എന്നറിയില്ല, ഭയങ്കര സ്ട്രേഞ്ച് ആയിട്ടുണ്ട്, അവിടെയാണെങ്കിൽ ആൾക്കാരില്ല, എന്താണെന്നറിയില്ല എന്നൊക്കെ പറഞ്ഞ് പോലീസിനെ നോക്കാൻ പറയുന്നു. ആ സമയത്തായിരുന്നു പോലീസ് ഉദ്യോഗസ്ഥർ ആ വീട്ടിലേക്ക് എത്തി വീട് പൊളിച്ചുള്ളിലേക്ക് കയറിയപ്പോൾ അങ്ങൊരു കാഴ്ച കണ്ടത്. അതായത് ചോര മുഴുവനും തറയിൽ തളം കെട്ടി കിടക്കുന്നുണ്ടായിരുന്നു. ആ ചോരയുടെ മേലെ ബ്ലീച്ചിങ് പൗഡറും മഞ്ഞപ്പൊടി മുളക് കൂടെ ഇട്ട് വെതറിയിട്ടുണ്ട്. ആ ഒരു സ്മെല്ലായിരുന്നു ആ ഭാഗത്ത് വരുന്നുണ്ടായിരുന്നത്. അങ്ങനെ സംഭവം നടന്നത് 2 ആഴ്ചയ്ക്ക് ശേഷം. 2 ആഴ്ചയായി സുരേഷ് ആ ഫോറസ്റ്റിൽ ഒളിഞ്ഞിരിക്കുകയായിരുന്നു. ഇടയ്ക്കിടെ ഫുഡ് കഴിക്കാൻ മാത്രമായിരുന്നു ആ ഫോറസ്റ്റിൽ നിന്ന് ഇയാൾ ഇറങ്ങി വരുന്നുണ്ടായിരുന്നത്. അങ്ങനെ ഇറങ്ങി വന്ന സമയത്തായിരുന്നു ഇയാൾ ഫോട്ടോയൊക്കെ സോഷ്യൽ മീഡിയാസിൽ പോലീസ് പബ്ലിഷ് ചെയ്തിരുന്നല്ലോ. ആ ഫോട്ടോ കണ്ട് ആ തട്ടുകടയിൽ കഴിയുന്ന ആൾക്കാർ, ഇവിടെ ജോലി ചെയ്യുന്ന ആൾക്കാർ പോലീസ് സ്റ്റേഷൻ വിളിച്ച് ഇങ്ങനെ സുരേഷ് ഇവിടെ കഴിക്കുന്നുണ്ട്, അർജൻറ്റായിട്ട് വന്നാൽ ആൾ അറസ്റ്റ് ചെയ്യാനൊക്കെ പറഞ്ഞ് പോലീസിനെ അങ്ങോട്ട് വരാൻ പറയുന്നു. അങ്ങനെ അവിടെ എത്തിയായിരുന്നു സുരേഷിനെ പോലീസ് അറസ്റ്റ് ചെയ്ത് സ്റ്റേഷനിൽ കൊണ്ടുപോയി ചോദ്യം ചെയ്തത്. അപ്പോഴായിരുന്നു നടുക്കുന്ന ഈ സംഭവം പുറത്തേക്ക് വന്നത്. ഇങ്ങനെ മകൾ പ്രേമിക്കുന്നുണ്ട്, പക്ഷേ മകൾ പ്രേമിക്കുന്ന ആൾ താഴ്ന്ന ജാതിപ്പെട്ട ഒരാളാണ്. അതുകൊണ്ട് മകളിനി അയാളെ പ്രേമിക്കാൻ പാടില്ല, അയാളെ കല്യാണം കഴിക്കാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞ് സ്വന്തം മകളെ ജാതിക്ക് വേണ്ടി അച്ഛൻ കൊലപ്പെടുത്തുന്നു. ഈ സംഭവത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് താഴെ കമൻറ്റ് ചെയ്യണം.